എൻ്റെ 13 അവേഴ്സിലെ ഷിഫ്റ്റിംഗ് കഴിഞ്ഞ ശേഷമുള്ള കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഷിഫ്റ്റിംഗ് കഴിഞ്ഞ് നേരെ പോയത് കുറച്ച് ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങാനാണ്. ഞങ്ങൾ ഇവിടുന്ന് ഡോവർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ അറിവിൽ 2 ഇന്ത്യൻ സ്റ്റോറാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഡോവർ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കട. അവിടെയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ഐറ്റംസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ മീറ്റ് കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ഡോവർ പോസ്റ്റ് ഓഫീസ്, അതാണ് നമ്മളിപ്പോൾ വന്ന് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സാധനങ്ങൾ മേടിച്ചതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു പുട്ടുകട വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം നാളായി. നമുക്ക് പുട്ടുകുറ്റിയുണ്ട്, മറ്റേ ചിരട്ടപ്പുട്ടിൻ്റെ, പക്ഷേ ഇങ്ങനത്തെ നീളം കുറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. അതിന് 10 പോയിൻറ്റ് സംതിങ് എന്തായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് സ്നാക്സ് ആയിട്ട് ചിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാമ്പാറിൻ്റെ മിക്സ് വാങ്ങിച്ചത് പെട്ടെന്ന് പണി എളുപ്പമാവും. അതേ കണക്കാനത് ഈ പ്രിൻസ് ഫുഡ്സിൻ്റെ ഇത് കണ്ടോ, ഇതിനകത്താണെങ്കിൽ 2.99 നമുക്ക് ബൈ 1 get 1 ആണ്. അപ്പം ഒന്നെടുക്കുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്നാക്സ് പ്രിൻസ് ഫുഡ്സിൻ്റെ ആണ് സെയിം എടുക്കാം കേട്ടോ. അങ്ങനെ കപ്പ വറുത്തതിൻ്റെ കൂടെ ഒരു റോസ്റ്റഡ് പീനട്ട്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓണിയൻ ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ ഉള്ളിയും കൂടെ വാങ്ങിച്ചു. ഇതിൻ്റെ സെക്കൻഡ് കവറാണ്. ഇതിനകത്ത് ഈ ചപ്പാത്തി, ശരിക്കും പറഞ്ഞാൽ ഈ 13 മണിക്കൂർ ഷിഫ്റ്റും കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് ചപ്പാത്തി പരത്തുക അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുക ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ്. അതുകൊണ്ട് എളുപ്പപ്പണിക്ക് വേണ്ടി മേടിച്ച് വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇത് 1.99 ഒരു ചപ്പാത്തി എടുക്കുമ്പം വേറൊരു ചപ്പാത്തിയും കൂടെ നമുക്ക്, അപ്പം ടോട്ടലി നമുക്ക് 20 ചപ്പാത്തി 1.99 കിട്ടും. അങ്ങനെ ഞാൻ 2 പാക്കറ്റ് മേടിച്ചപ്പോൾ എനിക്ക് 2 കൂടെ എക്സ്ട്രാ കിട്ടി. അങ്ങനെ 40 ചപ്പാത്തിയാണ് ഉള്ളത്. അങ്ങനെ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുള്ളി ഇവിടെ നമ്മുടെ നോർമൽ കടകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് കിട്ടുമെങ്കിലും നാട്ടിലെ പോലത്തെ ഒരു ടേസ്റ്റ് കിട്ടിയത് ഇതിനകത്തോടാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ കുഞ്ഞുള്ളി എടുത്തത്. അത് ഫ്രോസൺ ആണ്. പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ജാക്മിയുടെ ഇടിയപ്പമാണ്. ഇടിയപ്പം ഫ്രോസൺ ഇടിയപ്പമാണ്. അത് പെട്ടെന്ന് കുക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പം ഈസി കുക്ക് സേവിങ് ആണ്. ഇത് അയില മീനാണ് കേട്ടോ. ഇതിന് 4 പോയിൻറ്റ് സംതിങ് എൻ്റെ ഉണ്ടായിരുന്നോളൂ. ഇവിടുന്ന് മേടിക്കുന്ന മീൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടാറുണ്ട്, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. പിന്നെ ബ്ലാക്ക് ടൈഗർ പ്രോൺസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പ്രോൺസ് കഴിച്ചിട്ട് കുറച്ച് നാളായി. നമ്മൾ സ്ഥിരം മേടിക്കുന്നതായിരുന്നു പ്രോൺസ്, ബട്ട് ഈ അടുത്തിടെയായിട്ട് കുറച്ച് നാളായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ പ്രോൺസും എടുത്തു. നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ പ്രിൻസ് ഫുഡ്സിൻ്റെ ബൈ 1 get 1 ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് എടുത്തതാണ് ഒരു മിക്സറും പിന്നെ ഒരു ടൊമാറ്റോ മുറുക്കും. ടൊമാറ്റോ മുറുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ പ്രിൻസ് ഫുഡ്സിൻ്റെ. ഞാൻ വേറെ അധികം ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ അവിടുത്തെ കൊള്ളാം. ഇത് മുളക് കൊണ്ടായിട്ടാണ്. ശരിക്കും ഇത് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ല കേട്ടോ. എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അവളെന്നോട് പറഞ്ഞായിരുന്നു എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിക്കണേന്ന്. പിന്നെ പപ്പടം, ഞങ്ങളുടെ അടുത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പപ്പടം. പിന്നെ ക്രഷ്ഡ് ചില്ലി, അത് ചില്ലി ഫ്ലേക്സ് ഞാൻ ഇടയ്ക്ക് മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും, പക്ഷേ ഇപ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ അങ്ങ് വാങ്ങിച്ചു. പിന്നെ ഏറ്റവും മെയിനായിട്ട് ഇവിടെ ചിലവാകുന്നത് ചിക്കൻ മസാലയും ഫിഷ് മസാലയാണ്. എനിക്ക് കുറച്ച് മസാല കൂടി നിന്നിട്ടേ കാര്യമുള്ളൂ. പിന്നെ ഇതുണ്ടല്ലോ ഇപ്പി, അവിടെ ഇപ്പി മാഗി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പുത്രന് നൂഡിൽസ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ്. അവൻ എടുത്തിട്ട പോലും ഞാൻ കണ്ടില്ല. പിന്നെ കണ്ണൻ ദേവൻ ചായ കുടിക്കുന്ന പതിവില്ലെങ്കിൽ കൂടിയും കണ്ടപ്പോൾ ഒന്ന് എടുത്തു. 2 പോയിൻറ്റ് സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സാമ്പാർ പരിപ്പെടുത്തു, പുട്ടുപൊടി എടുത്തു. ഇപ്പം ഈ ഇടയായിട്ട് എനിക്ക് ഗോതമ്പ് പുട്ടുപൊടിയോട് ഇച്ചിരി പ്രേമം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. എന്തായാലും ഈ വീഡിയോ ഞാൻ ശരിക്കും ഷോർട്സിന് വേണ്ടി എടുത്തിട്ടുള്ളത് കൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഈ അജ്മിയുടെ കുടംപുളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 2022 UK വരുന്ന അന്ന് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടംപുളിയാണ് ഞാൻ ഈ 2026 വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു അപ്പപ്പൊടിയും ജിഞ്ചർ പേസ്റ്റാണ്. അങ്ങനെ മൊത്തത്തിൽ നമുക്കായത് 81.07 പൗണ്ടാണ് ആയത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ വീഡിയോ.